മൈസൂരിലെ മോളിഗെ ഗ്രാമത്തിൽ 1932 UR അനന്തമൂർത്തിയുടെ ജനനം. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ മൂർത്തി കന്നഡ സാഹിത്യകാരൻ, അധ്യാപകൻ, വിദ്യാഭ്യാസ വിചക്ഷൺ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ബർമിംഗ്ഹാമിൽ നിന്ന് ഇംഗ്ലീഷ് PhD നേടിയ അനന്തമൂർത്തി മൈസൂർ സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. പിന്നീട് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. നോവൽ, ചെറുകഥ, വിമർശനം, കവിത എന്നീ സാഹിത്യശാഖകളിൽ അനന്തമൂർത്തിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ബ്രാഹ്മണ സമൂഹത്തിലെ കാലഹരണപ്പെട്ട ആചാരങ്ങളെ വിമർശിക്കുന്ന സംസ്കാര എന്ന നോവലിന് 1970 അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഈ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിനും ദേശീയ പുരസ്കാരം ലഭിച്ചു. ഭാരതീപുര, ഘടശ്രാദ്ധ, ബാര, അവസ്ഥൈ, 15 പദ്യಗಳು, പരിസര തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ആവാഹന എന്ന നാടകവും രചിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൃതികൾ വിദേശ ഭാഷകൾ ഉൾപ്പെടെ പല ഇന്ത്യൻ ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിലാണ് അനന്തമൂർത്തി അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞത്. മോദി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തെ തകർക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനപീഠ പുരസ്കാരം തിരിച്ചെടുക്കണമെന്ന് വരെ BJP ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജനം നൽകുന്നതാണ് മികച്ച പുരസ്കാരമെന്നും ജ്ഞാനപീഠത്തെക്കാൾ മികച്ച പുരസ്കാരം ജനം തനിക്ക് നൽകുമെന്നും അനന്തമൂർത്തി തുറന്നടിച്ചു. അനന്തമൂർത്തിയുടെ മരണത്തോടെ സാഹിത്യത്തിൽ ആധുനികതയ്ക്ക് തുടക്കമിട്ട വ്യക്തികളിലൊരാളെയാണ് നഷ്ടമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.